ആക്ച്വലി സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അത് വരാതെ നോക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി അത് മാക്സിമം അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും, അല്ലെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും എന്ന് പറയുന്നതിന് പകരം കുറേ ക്യാപ്സ്യൂളുകൾ ഇറക്കും. അത് തന്നെയാണ് നാട്ടുകാർക്ക് പ്രശ്നം. വീണ്ടും വന്നിട്ടുണ്ട്. വീഴ്ചയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രതികരിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിരുന്നില്ല, അതേ ഒന്നും രണ്ടും ഉണ്ടാവും. അത് കഴിഞ്ഞില്ലേ പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം. അത് രണ്ടെണ്ണം ചൂണ്ടിക്കാണിച്ച് ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് നിങ്ങൾ എന്തായാലേ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിച്ചാലല്ലേ നമുക്ക് വിഷമം ഉണ്ടാവുള്ളൂ. ആരാൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അല്ലെങ്കിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ലക്ഷം കണക്കിന് കാര്യങ്ങൾ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരാളൊക്കെ തട്ടിപ്പോവും. അതിപ്പോൾ വലിയ കാര്യമാണോ? ചിലപ്പോൾ ഒരു കത്രയെ മറന്നു വെച്ചെന്ന് വരും, ചിലപ്പോൾ ഒരു ഒലക്ക എടുത്ത് വെച്ചെന്ന് വരും. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതൊന്നും നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാ ഒറ്റപ്പെട്ട സംഭവം. വളരെ 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 ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാണ്, അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെ. അതെ, ഇതെല്ലാം വെറും വാർത്തകൾ. എല്ലാവർക്കും വെറും വാർത്തകളാണ്. ജീവൻ പോകുന്നവനും ആരോഗ്യം നശിക്കുന്നവനും എല്ലാം വെറും വാർത്തകൾ മാത്രം. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇന്ന് തന്നെ ഒരു വാർത്ത ഉണ്ട്. ഇഞ്ചക്ഷൻ എടുത്തോടുകൂടി 2.5 വയസ്സുകാരി മരിച്ചു. വെറും 2.5 വയസ്സുള്ള കുട്ടി. തലസ്ഥാനത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചതായി ആരോപണം. ചക്കപ്പാറ സ്വദേശി സിദ്ദിഖിന്റെ മകൾ ഐഷ ഫാത്തിമയാണ് മരിച്ചത്. കാട്ടാക്കടയിൽ മമ്മൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ തുടർന്നാണ് കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. ശ്വാസമുട്ടലും തളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഐഷയെ കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് ശ്വാസതടസ്സത്തിന് കുഞ്ഞിനെ ആവി പിടിപ്പിച്ചതിന് ശേഷം 2 ഇഞ്ചക്ഷനുകൾ എടുത്തു. ഇതിന് പിന്നാലെ കുഞ്ഞിൻ്റെ ആരോഗ്യനില വഷളായി. അപ്പോൾ ഇതും ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. ചിലപ്പോൾ ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും ആയിരിക്കില്ലായിരിക്കാം, വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ കണ്ടപ്പോൾ പറയുന്നുള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുമ്പോഴേ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത ആർക്കും ക്യാപ്സ്യൂളുകൾ ഇറക്കാം, ഒരു പ്രശ്നമില്ല. ആരും ചോദിക്കില്ല നിങ്ങളോട്.